ഈ രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ കർത്താവ് നാം ആരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തെ അധികരിച്ചുള്ള ആത്മീക പാഠങ്ങളാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് പറഞ്ഞതിലൂടെ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നതായ സ്ഥാനത്തിൻ്റെയും ഉത്തരവാദിത്വങ്ങളുടെയും മഹത്വം നമ്മൾ കാണുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചത്. ഉപ്പ് രുചികരമായിരിക്കുന്നത് പോലെ നാം മറ്റുള്ളവർക്ക് രുചിപ്രദമായി ജീവിക്കുവാൻ, സംസാരിക്കുവാൻ ഒക്കെ ഉള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ കണ്ടു. നമ്മളോട് വളരെ മോശമായി പെരുമാറുന്ന ആളുകളോടും തിരിച്ച് അങ്ങനെ പെരുമാറാനിടയായിട്ട് തീരാതെ അവരോട് യോഗ്യമായി വർത്തിക്കാനുള്ള ഉന്നതമായ ആത്മീക രൂപാന്തരത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. 2-ാമത്തെ കാര്യം നമ്മൾ ലൂക്കോസ് സുവിശേഷകൻ രേഖപ്പെടുന്ന ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയായിരുന്നു. ഉപ്പ് വളത്തിനുതകും എന്ന് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു. അതിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക പാഠം നമ്മൾ ചിന്തിക്കുകയായിരുന്നു. നമ്മൾ മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് മുഖാന്തരമായിട്ട് തീരുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനുള്ളതായ ആവശ്യകതയുണ്ട്. 2 തലത്തിലുള്ള ഉത്തരവാദിത്വമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും പോഷണത്താലാണ് ഒരു വ്യക്തിക്ക് വളരാനായിട്ട് സാധിക്കുന്നത്. മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കൾക്ക് വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും പോഷണം പകർന്നു കൊടുക്കുവാനുള്ളതായ ഉത്തരവാദിത്വം നമ്മൾ കഴിഞ്ഞ ദിവസം ഓർക്കുകയുണ്ടായി. 2-ാമത്തെ കാര്യവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. നമ്മുടെ കർത്താവ് തന്ന ശിഷ്യത്വ നിയോഗത്തിൽ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ദൈവം നൽകിയിട്ടുള്ളതായ ഉത്തരവാദിത്വമാണ്. ഈ 2 തലങ്ങളും ഒരുപോലെ സമന്വയിക്കപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും ഓർപ്പിച്ചിരുന്നു. നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. തിമത്യോസിന് അമ്മയിൽ നിന്നും വലിയമ്മയിൽ നിന്നും വിശ്വാസ മൂല്യങ്ങളുടെ പോഷണം ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായി ചിന്തിച്ചത് അപ്പോസ്തലനായ പൗലോസിൽ നിന്ന് എത്രയോ മനോഹരമായ ശിഷ്യത്വ പാഠങ്ങൾ തിമത്യോസ് ഉൾക്കൊണ്ടു എന്ന് നമ്മൾ കണ്ടു. 9 കൂട്ടം കാര്യങ്ങൾ പൗലോസ് തന്നെ പറയുന്നത് നമ്മൾ ഒത്തിരി വിശദമായിട്ടല്ലെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കാനിടയായിട്ട് തീർന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം എന്ന് പറഞ്ഞായിരുന്നു. പൗലോസിൻ്റെയും തിമത്യോസിൻ്റെയും ജീവിതത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു വലിയ സത്യം ഉൾക്കൊള്ളാം. ശിഷ്യത്വത്തിൻ്റെ വിജയം എത്രത്തോളം ഉണ്ട് എന്ന് കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ട് ഈ 2 ജീവിതങ്ങൾ ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യത്വ നിയോഗം നമ്മൾ എത്ര ഉത്സാഹത്തോടു കൂടി നിർവഹിക്കണം എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതിൽ ആരാ മാതൃക എന്ന് ചോദിച്ചാൽ പൗലോസും തിമത്യോസും തലമുറകൾക്ക് മാതൃകയായിട്ടിരിക്കുന്നു എന്നുള്ളത് നാം കണ്ടു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തത് പൗലോസിൽ നിന്ന് തിമത്യോസ് സൂക്ഷ്മതയോടെ അനുകരിച്ച 9 കൂട്ടം കാര്യങ്ങളാണ്. ഇവിടെ ഇത് അനുകരിച്ചിട്ട് ഈ തിമത്യോസ് എങ്ങനെയായി തീർന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്ന 4 വാക്യങ്ങൾ പറഞ്ഞ്
ഈ ഭാഗത്ത് നിന്ന് മുൻപോട്ട് നീങ്ങാം എന്ന് ആഗ്രഹിക്കുകയാണ്. വാക്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ പോയിൻ്റ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടി വരികയില്ല, അത് ആ വാക്യത്തിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ തിമത്യോസ് ഉൾക്കൊണ്ട ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ എത്ര വിജയകരമായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തെളിവ് അവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. നമുക്ക് ആ വാക്യം വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ വ്യത്യസ്തമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പൗലോസിൽ നിന്ന് ശിഷ്യത്വ പാഠങ്ങൾ ഉൾക്കൊണ്ട അനേകരുണ്ട്. തിമോഥെയോസിൻ്റെ പേര് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് തീത്തോസിൻ്റെ പേരാണ്. അതുപോലെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ആ ഗണത്തിൽ പെടുന്നവരാണ്. ഫിലിപ്പിയർ 3:17 അതിനൊരു സൂചന ദൈവത്തിൻ്റെ ദാസൻ തരുന്നുണ്ട്. ഞങ്ങളെ അനുകരിക്കണം, പിന്നെ ഞങ്ങൾ കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളണം. അപ്പോൾ ആ തലമുറയിൽ തന്നെ പൗലോസ് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്ന പലരുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പക്ഷെ തിമോഥെയോസ് ഒരു എക്സെപ്ഷനാണ്. ഈ വാക്യത്തിൽ ആ എക്സെപ്ഷനുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് തുല്യ ചിത്തനായി മറ്റാരുമില്ല എന്ന് പറഞ്ഞാൽ തിമോഥെയോസ് പൗലോസിനെ സൂക്ഷ്മമായിട്ട് അനുകരിക്കുമ്പോൾ പൗലോസിൻ്റെ അതേ മനസ്സുള്ള വ്യക്തിയായിട്ട് തിമോഥെയോസ് രൂപപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാകുന്നത്. ഇതിനപ്പുറത്തേക്കൊരു സ്റ്റെപ്പ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. കൊരിന്ഥ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നുണ്ട്, നിങ്ങൾ ആരുടെ മനസ്സുള്ളവരാണ്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. പ്രിയപ്പെട്ടവർ, അത് വിസ്മരിച്ചല്ല ഞാനിത് പറയുന്നത്. അപ്പോൾ പൗലോസ് ക്രിസ്തുവിൻ്റെ മനസ്സ് ഉള്ളവനായിട്ട് ജീവിച്ചു. പൗലോസിനെ സൂക്ഷ്മതയോടെ അനുകരിച്ച തിമോഥെയോസ് പൗലോസിൻ്റെ തുല്യചിത്തനായിട്ട് സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഈ വാക്യം ചിന്തിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഓർക്കാറുണ്ട്, ആളുകളുടെ മനസ്സ് മാറാൻ ഭയങ്കര പ്രയാസമാണെന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ തിമോഥെയോസ് പൗലോസിനോട് കൂടെ യാത്ര ചെയ്യുകയും പൗലോസിൽ നിന്ന് ശിഷ്യത്വ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തപ്പോൾ തിമോഥെയോസിൻ്റെ മനസ്സ് മാറി പൗലോസിൻ്റെ മനസ്സായിട്ട് അത് മാറാനിടയായിട്ട് തീർന്നു. എന്ത് നല്ല വാക്കാത്! എനിക്ക് തുല്യചിത്തനായി മറ്റാരുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, ശിഷ്യത്വ പാഠങ്ങൾ ഏറ്റവും ശരിയായിട്ട് ഉൾക്കൊണ്ടാൽ അത് വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമാകും എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇനി നമുക്ക് കൊരിന്ഥ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. 4-ന്റെ 17-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ പറയുന്നതായ കാര്യം അവിടെ 1-2 വാക്കുകൾ പ്രശംസയായിട്ട് പറയുന്നുണ്ട്. അതാണ് പൗലോസിൻ്റെ പ്രത്യേകത. തിമോഥെയോസിനെ കുറിച്ച് എന്ത് പ്രശംസയായിട്ടാണ് അവിടെ പൗലോസ് ആ വാക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഒരുവിധമൊക്കെ കൊള്ളാം എന്നൊന്നും അല്ല അവിടെ പറയുന്നത്. എത്ര പ്രശംസാർഹമായ വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത വാചകത്തിൽ വരുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ആരുപദേശിക്കും? തിമോഥെയോസ് ഉപദേശിക്കും. അപ്പോൾ ഈ തിമോഥെയോസ് പൗലോസിൽ നിന്ന് പാഠങ്ങൾ സൂക്ഷ്മതയോടെ പഠിച്ച് പിൻപറ്റുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ 9 കൂട്ടം കാര്യങ്ങളിൽ തിമോഥെയോസ് പഠിച്ച ആദ്യത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഓർത്തതല്ലേ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ആദ്യത്തെ കാര്യം എന്തായിരുന്നു? ഉപദേശം. അപ്പോൾ പൗലോസിൻ്റെ ഉപദേശം തിമോഥെയോസ്
ഉൾക്കൊണ്ടിരുന്നു. അത് ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ മാത്രമല്ല, അല്ലാത്ത ഉപദേശങ്ങളും ഉൾക്കൊണ്ടാണ് തിമത്യോസ് വളർന്നു വന്നത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പൗലോസ് സാക്ഷ്യപ്പെടുത്തിയാണ്, ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ തിമത്യോസ് ഉപദേശിക്കും. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ വഴി എന്നുള്ളത് എത്രയോ മനോഹരമാണ്, അല്ല എത്ര മഹത്വപൂർണമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഈ ശിഷ്യത്വത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ വിശദമായി പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ ശിഷ്യത്വം എന്നുള്ളത് അതിമനോഹരമായൊരു കാര്യമാണ്. അപ്പോൾ കർത്താവ് നൽകിയ നിയോഗത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്താനായിട്ട് സാധിച്ചാൽ പഠിപ്പിച്ച ആൾ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടാലും ആ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തിയിട്ടുള്ള ആളുകൾ അതിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ അങ്ങനെ നിർത്താൻ പറ്റാത്ത വലിയ വിടവാണ് ഉണ്ടായിരിക്കുന്നതെന്നൊന്നും അങ്ങനെ പറയേണ്ടതായിട്ട് വരികയില്ല. അങ്ങനെ വിടവ് ഉണ്ടാകുന്നത് ക്രിസ്തീയ നേതൃത്വത്തിലെ ഒരു നല്ല ലക്ഷണമായിട്ട് ഇരിക്കുന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കയൊന്നും പുലർത്തേണ്ടതായ ആവശ്യമില്ല. നമുക്ക് ഇന്നത്തെ ഉത്തരവാദിത്വം ഏറ്റവും ശരിയായിട്ട് നിർവഹിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ നാളെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ട ആളുകൾ താനേ രൂപപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതാണ് ക്രിസ്തീയ മാർഗത്തിൻ്റെ മഹത്വമായിട്ട് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ശരിയായിട്ട് നിർവഹിക്കുന്നു എന്നുള്ളത് അതിസൂക്ഷ്മതയോടെ ഉറപ്പാക്കാനായിട്ട് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കുകയാണ്. ആ 20-ാം വാക്യം വായിച്ച കൂട്ടത്തിൽ ഇതും വേണമെങ്കിൽ ചേർത്ത് വായിക്കായിരുന്നു, എങ്കിലും ഞാനതൊന്ന് തിരിച്ച് പറയാൻ വേണ്ടി ആ വാക്യം ഓർപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അവിടെ ഒരു അസാധാരണമായ കാര്യം പൗലോസ് തിമത്യോസിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ആ ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അവൻ സേവ ചെയ്തു. നമുക്കറിയാം, പൗലോസ് ഒരു ദാസനെ പോലെ, ഒരു അടിമയെപ്പോലെയാണ് കർത്താവിനെ സേവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ദാസൻ എന്ന് പൗലോസ് പറയുന്നിടത്തെല്ലാം ഒരടിമ എന്നുള്ള അർത്ഥത്തിലാണത് ഉപയോഗിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ പൗലോസ് കർത്താവിൻ്റെ ഒരടിമയെപ്പോലെയാണ് കർത്താവിനെ സേവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കർത്താവിനെ സേവിക്കേണ്ടത് അങ്ങനെയാണ്. കാരണം നമ്മുടെ യജമാനനെ എല്ലാ വിശ്വസ്തതയിലും സേവിക്കാനായിട്ട് കഴിയട്ടെ. നമ്മൾ വീഡിയോയിൽ എഴുതി വച്ചിരിക്കുന്നൊരു വാക്ക് ഇവിടെ ഒന്ന് ഓർത്തു പോകാം. യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പോന്നിട്ട് ഒത്തിരി സമയമായിട്ടില്ലല്ലോ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ നമുക്കവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യം, ഒരാൾ ദൈവത്തെ സേവിക്കുമ്പോൾ താൻ മാത്രം സേവിക്കുകയല്ല, പിന്നെയോ തൻ്റെ കുടുംബത്തിലുള്ള ആളുകളെയും യഹോവയെ സേവിക്കേണ്ടതിനു വേണ്ടി പരിശീലിപ്പിച്ച് ഒരുക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. നമ്മൾ ശിഷ്യത്വത്തിൻ്റെ മഹത്വം ചിന്തിച്ചപ്പോൾ ഞാനിത് വിശദീകരിച്ചിട്ടുണ്ട്, എങ്കിലും ഞാൻ 1-2 വാചകം ഇവിടെ ഓർപ്പിക്കുകയാണ്. പഠിപ്പിച്ച് നമ്മൾ ശിഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ഒത്തിരി പേരെ ശിഷ്യപ്പെടുത്താം. ഭൂമിയുടെ അറ്റത്തോളം തന്നെ അത് സാധിക്കുന്നതായ കാര്യമാണ്. നമുക്ക് ശിഷ്യപ്പെടുത്താനുള്ളതിൻ്റെ ആ വഴി വളരെ വിസ്തൃതമാണ് എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നമുക്ക്
നിർവഹിക്കാം. പൗലോസ് ഈ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ ആളുകളിലേക്കായിരിക്കാം ഈ ദൗത്യം കൈമാറാൻ ഇടയായിട്ട് തീർന്നത്. പിന്നെ പൗലോസിൻ്റെ എഴുത്തുകൾ ലോകമെമ്പാടും ഇന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് പൗലോസിൽ നിന്നുള്ള ശിഷ്യത്വ പാഠങ്ങൾ എത്രയോ വിശാലമായിട്ട് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അനേകർ ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമുക്ക് വിശാലമായിട്ട് ആ നിയോഗം നിർവഹിക്കാം. എന്നാൽ വിശാലമായി പറ്റിയില്ലെങ്കിലും നമ്മളുടെ വീട്ടിൽ ഉള്ള നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഈ വലിയ ദൈവകൃപ പകർന്നു കൊടുക്കാനെങ്കിലും കഴിയുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഞാൻ ആ ക്ലാസ്സിലെടുക്കുമ്പോൾ പറഞ്ഞൊരു വാചകം ഒരിക്കൽ കൂടി പറയുകയാണ്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ കുടുംബത്തെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്ന കുടുംബം എന്നുള്ളത് അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നാം കാണുകയാണ്. ഞാനിപ്പോൾ ഈ വാക്യത്തിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചതായ കാര്യം, ഇവിടെ തിമോഥെയോസ് ഇപ്പോൾ രൂപപ്പെട്ടു. അപ്പോൾ തിമോഥെയോസ് രൂപപ്പെട്ടപ്പോൾ താൻ ശിഷ്യത്വ പാഠങ്ങൾ ഉൾക്കൊണ്ടതായ പൗലോസിനോട് താൻ പുലർത്തിയതായ ആ സ്നേഹവും വിധേയത്വവും വളരെ അനുകരണീയമായ ഒന്നാണ്. കാരണം ഇപ്പോൾ പൗലോസ് പറയുന്നത്, ഇവൻ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നത് ഒരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ. അപ്പോൾ അവിടെ ഒരു സന്ദേശമുണ്ടല്ലോ, മക്കൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്താ? മാതാപിതാക്കൾക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ ഉത്തരവാദിത്വമാണ്. അപ്പം അത് നമുക്ക് അവിടെ നിന്ന് ഉൾക്കൊള്ളാം, വരികൾക്കിടയിൽ വായിച്ചെടുക്കാം. കാരണം പൗലോസ എഴുതുന്ന വാക്കുകളിൽ കുടുംബമായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷേ പൗലോസിന് അങ്ങനെ ഒരു കുടുംബക്രമീകരണം ഉണ്ടായിരുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ എവിടെ പൗലോസ് പറയുകയാണ്, തിമോഥെയോസ് അവൻ മകനപ്പന് ചെയ്യുന്നത് പോലെയാണ് എന്നോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് വളരെ മനോഹരമായൊരു സത്യമാണ്. നമുക്കറിയാവുന്നൊരു വാക്യം ഞാനിവിടെ ഒന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ 1-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്ന വളരെ മനോഹരമായൊരു വാക്കുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അബ്രഹാമേ, ഞാൻ നിൻ്റെ പരിചയം, പിന്നെ നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അപ്പോൾ ഈ മക്കൾ പ്രതിഫലമായിട്ടിരിക്കാം, അത് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവവചനത്തിലെ ഒരു പ്രമാണവുമാണ്. മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, ഉപകാരങ്ങൾ ചെയ്യാനിടയായിട്ട് തീർന്നാൽ അവർ നല്ല മക്കളാണെങ്കിൽ അവർ നിശ്ചയമായിട്ടും പ്രത്യുപകാരം ചെയ്യും. അത് മക്കളുടെ കടപ്പാടായിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് വളരെ അറിയാവുന്ന വാക്യമാണ്. 1 തിമോഥെയോസ് 5:4 പൗലോസ് തന്നെ രേഖപ്പെടുത്തുന്നത്, അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുന്നത് കുടുംബത്തിൽ ദൈവഭക്തിയുടെ വളരെ പ്രധാനപ്പെട്ടതായൊരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത ആ വാക്യം പരിചയമുള്ളതായതുകൊണ്ട് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മാതാപിതാക്കളെ പരിചരിക്കാതെയും അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യവും ചെയ്യാതെയും ഭക്തി ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട. ആ വഴി ദൈവത്തിൻ്റെ വഴിയല്ല. മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യട്ടെ എന്നുള്ളതായ വചനം എത്രയോ മനോഹരമായിട്ടുള്ളതായ വചനമാണ്. അതുകൊണ്ട് ഞാൻ ചേർത്ത് ഇപ്പോൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പൗലോസും തിമോഥെയോസുമായിട്ട് മറ്റ് ബന്ധങ്ങളുണ്ടായിരുന്നില്ല, ആത്മീക ബന്ധമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ആത്മീക ബന്ധമുള്ള ആ തിമോഥെയോസിന് അവിടെ വിളിക്കുന്ന പേര് മകൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആത്മീകമായിട്ടുള്ളതായ അവർക്കുണ്ടായിരുന്നതായ ആ ബന്ധത്തിൻ്റെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. പൗലോസിന് വേണ്ടിയ ശുശ്രൂഷകൾ തിമോഥെയോസ് എത്ര ഹൃദ്യമായി നിർവഹിച്ചു എന്നുള്ളത് നാം കാണുന്നുണ്ട്. നമ്മൾ മോശയെക്കുറിച്ചും യോശുവയെക്കുറിച്ചുമൊക്കെ ധാരാളം കാര്യങ്ങൾ പഠിച്ചപ്പോൾ, യോശുവ ദീർഘമായ വർഷങ്ങൾ ആരായിരുന്നു നമ്മൾ വായിക്കുന്നത്? മോശയുടെ ശുശ്രൂഷകനായിരുന്നു. പ്രിയപ്പെട്ടവർ,
അതെത്ര മനോഹരമായിട്ടുള്ളതായൊരു കാര്യമാണ്. അതുകൊണ്ട് ദൈവിക പദ്ധതിയിൽ ഈ ക്രമീകരണം എന്നുള്ളത് ദൈവത്തിൻ്റെ അതിമനോഹരമായ ക്രമീകരണമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നതായ കാര്യം, തിമോത്തിയോസ് എത്ര നന്നായിട്ട് പൗലോസിൽ നിന്നുള്ളതായ ആത്മീക പോഷണം ഉൾക്കൊണ്ട് രൂപപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇവിടുന്ന് മുൻപോട്ട് പോകാം എന്ന് കരുതുന്നു. 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് വളരെ മനോഹരമായ മറ്റൊരു സാക്ഷ്യം പറയുന്നുണ്ട്. ഇതുവരെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളോട് ചേർത്ത് വരുന്നതാണ്, എന്നാൽ അതോടെ നമുക്ക് ചേർത്ത് ഉൾക്കൊള്ളാം. 16-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ പറയുന്നത് അവൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നല്ലോ. അപ്പോൾ അവിടെ ഈ വാക്ക് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ആശയം വ്യക്തമാണ്. അവന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, അവൻ കർത്താവിൻ്റെ വേലയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമാണ്. പക്ഷെ അവിടെ പൗലോസ് ഒരു കാര്യം കൂടെ ചേർത്ത് പറയുകയാണ്. തിമോത്തിയോസ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? എന്നെപ്പോലെ തന്നെ അവൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നല്ലോ. അപ്പോൾ തിമോത്തിയോസ് പൗലോസിനോട് കൂടെ ആയിരുന്ന് ശിഷ്യത്വ വഴിയിൽ രൂപപ്പെടാനിടയായിട്ട് തീർന്നപ്പോൾ നാം ചിന്തിച്ച ഈ 4 വാക്യങ്ങളിലും പൗലോസിനെ പോലെ തിമോത്തിയോസുമായി തീർന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. ഇനി ഇങ്ങനെയുള്ള വാക്യങ്ങൾ കാണുമായിരിക്കും കേട്ടോ. ഞാൻ ഈ 4 വാക്യങ്ങൾ കണ്ടെത്തിയത് നിങ്ങളെ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നാം ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വളമായിരിക്കേണ്ടവരാണ് എന്നുള്ളതായ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റവും നന്നായി നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. ഞാൻ ഭയത്തോടെ ഒരു വാക്ക് പറയുകയാണ്, നമ്മുടെ ജീവിതവും നമ്മുടെ ശുശ്രൂഷയും മറ്റുള്ളവർക്ക് വളർച്ചയ്ക്ക് മുഖാന്തരമായിട്ട് തീരട്ടെ. നമ്മൾ ആരെയും തളർത്തുന്നവരായിട്ട് തീരുന്നില്ല എന്നുള്ളത് പരമാർത്ഥതയോടെ ഉറപ്പുവരുത്താം. യെശയ്യാപ്രവചനം 50-ാം അധ്യായത്തിൽ നമ്മൾ മനഃപ്പാഠം പഠിച്ചൊരു വാക്യമുണ്ടല്ലോ, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ആ വാക്യം മുഴുവനും നമുക്ക് അറിയാവുന്നതാണ്. ഞാനതിനൊരു മറുവശം പറയുകയാണ്, നമുക്ക് വാക്കുകൊണ്ട് ആളുകളെ താങ്ങാനായിട്ട് ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കും. ചില വേദനാവേളകളിൽ നമുക്ക് അവരോടൊന്നും പറയാനായിട്ട് പറ്റി എന്ന് വരികയില്ല. ഞാൻ ഇന്നലെ ഒരു സഹോദരനെ കണ്ടു. എനിക്ക് ഒത്തിരി അടുപ്പും പരിചയമുള്ളൊരു സഹോദരനാണ്. പക്ഷേ എനിക്ക് ഒരു വാക്ക് പോലും അദ്ദേഹത്തോട് പറയാനായിട്ട് സാധിച്ചില്ല. കാരണം യൗവനക്കാരനായ തൻ്റെ മകൻ അത്യാസന നിലയിൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഞാൻ പോയി കാണുകയും ചെയ്തു. എന്താ ഈ സഹോദരനോട് പറയേണ്ടത് എന്നുള്ളതായ കാര്യം ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു, കർത്താവേ നാളെ ഈ സഹോദരനെ ഞാൻ കാണുമല്ലോ, എനിക്ക് എന്തെങ്കിലും 2 വാക്ക് പറയണമല്ലോ എന്നുള്ളതായ കാര്യം ഓർക്കാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ കണ്ടപ്പോൾ കുറേ ദീർഘമായ സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് സംസാരിക്കാനുള്ളതായ സാവകാശം ദൈവം തന്നു. അതുകൊണ്ട് ഈ വാക്യം എത്രയോ ശരിയാണ്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് എൻ്റെ ചെവി ഉണർത്തുന്നു. അപ്പോൾ ഞാൻ ആ വാക്യം ഒന്നുകൂടി ഇന്നലെ ഓർക്കാനിടയായി തീർന്നു. കാരണം കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് അതിനുള്ള കൃപയും സാവകാശവും നൽകും എന്നുള്ളത് നമുക്ക് ഇവിടെയും ഓർക്കാനായിട്ട് സാധിക്കുകയാണ്. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം ഭൂമിയുടെ ഉപ്പ് എന്ന നിലയിൽ അനേകർക്ക് പോഷണം നൽകുന്നവരായിട്ട്, അവരെ വളർത്തുന്നവരായിട്ട്,
അവരും തങ്ങളെപ്പോലെയും ആത്യന്തികമായി കർത്താവിനെ പോലെയും രൂപപ്പെടുന്നത് കണ്ട് സന്തോഷിക്കാനുള്ള നല്ല മനസ്സുള്ളവരായിട്ട് ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇത്രയും വിശദമായിട്ടിത് പറയണമെന്ന് വിചാരിച്ചല്ല തുടങ്ങിയത്. പിന്നെ എന്തുകൊണ്ടോ അങ്ങ് വിശദമായി പോകാനിടയായിട്ട് തീർന്നു. ഒരു കാര്യവും കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ പഠനം ഉപസംഹരിക്കാം എന്നാണ് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ഉപ്പിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മളുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ 6-7 പോയിൻറ്റുകളൊക്കെ ഉള്ള പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത്രയും വിശദമായിട്ട് ഞാൻ പോകണ്ട എന്ന് വിചാരിക്കുക. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. ഉപ്പ് സാധനങ്ങളെ കേടാകാതെ സൂക്ഷിക്കുന്നതാണ്. ഇതൊന്നും ബൈബിൾ ക്ലാസ് എടുത്ത് ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മളിത് ഓരോ ദിവസവും പലവട്ടം കൈകാര്യം ചെയ്യുന്നതായ കാര്യമല്ലേ. അപ്പം അതുകൊണ്ട് ഈ പാഠങ്ങളൊക്കെ നമുക്ക് ധാരാളം അറിയാവുന്നതാണ്. എന്നാൽ അവിടുന്ന് ഞാനൊരു ആത്മീക പാഠം ചുരുക്കമായിട്ട് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. നാം വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും പോഷണം മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കുമ്പോൾ ആത്യന്തികമായിട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ലക്ഷ്യമിടുന്നത് കേവലം താൽക്കാലികമായ എന്തെങ്കിലും കാര്യങ്ങളല്ല, പിന്നെയോ അവരുടെ നിത്യതയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. സുവിശേഷ ഗോളത്തിൽ വളരെ വലിയൊരു വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട്. സുവിശേഷം അറിയിക്കേണ്ടതിന് പകരം പല ആളുകളും രോഗസൗഖ്യങ്ങൾ നടത്തുകയോ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുകയോ ഒക്കെ ചെയ്യുകയാണ്. കാരണം അതൊക്കെ കേവലം താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ചിലരോടൊക്കെ രക്ഷിക്കപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ എനിക്കിങ്ങനെ വലിയൊരു രോഗമുണ്ടായിരുന്നു, അത് മാറി എന്നൊക്കെയാണ് പല ആളുകളും അതിൻ്റെ ഉത്തരമായിട്ടൊക്കെ പറയുന്നത്. കാരണം രക്ഷ എന്താണെന്ന് പോലും അവർ കേൾക്കാനോ അറിയാനോ അനുഭവിക്കാനോ ഇടയായിട്ട് തീർന്നിട്ടില്ല. അത് വളരെ അപകടകരമായൊരു വ്യതിചലനമാണ്. കാരണം അവർ ചിലപ്പോൾ അകത്ത് വരുമായിരിക്കാം, അവർ സ്വർഗത്തിനകത്ത് പോവില്ല. അതെന്തൊരു ഭയങ്കരമായിട്ടുള്ളതായൊരു അവസ്ഥയായിരിക്കും. അതെത്ര ഗൗരവമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്നതായ ഒന്നാണ്. മാത്രമല്ല ദൈവമക്കളുടെ താൽക്കാലികമായ എന്തെങ്കിലും ആവശ്യങ്ങളും അവരുടെ മുട്ടുമൊക്കെ നിവർത്തിക്കുന്നതുമൊക്കെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ പെടും. പക്ഷെ അത് മാത്രമല്ലല്ലോ നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നത്. പിന്നെയോ അവരുടെ കർത്താവിൻ്റെ സന്നിധിയിലുള്ള നില ഏറ്റവും ശോഭനമായി തീർക്കത്തക്കവണ്ണമുള്ളതായ ഉന്നതമായ ലക്ഷ്യത്തോടു കൂടിയാണ് നാം അവർക്ക് ആശ്വാസമായിട്ട് ഇരിക്കേണ്ടിയിരിക്കുന്നത്. നമുക്കിതിനെ പരിചയമുള്ള 1-2 വാക്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകാം. യൂദയുടെ ലേഖനം 24-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ ആര് ശക്തനാണ്? കർത്താവ് ശക്തനാണ്. അപ്പോൾ അവിടെ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സൂക്ഷിക്കുക എന്നുള്ളതായ വാക്കാണ് ഞാൻ ഈ ബന്ധത്തിൽ ഓർപ്പിച്ചത്. ഉപ്പൊരു കാര്യം കേടാകാതെ സൂക്ഷിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവ് നമ്മെ സൂക്ഷിക്കുന്ന കാര്യം പറയുന്നത് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തും. അപ്പോൾ അതിന് നമ്മുടെ കർത്താവ് പ്രാപ്തനാണ് എന്നുള്ളതായ വലിയ സത്യം ദൈവാത്മാവ് ഇവിടെ വ്യക്തമാക്കുകയാണ്. അപ്പം നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിച്ച് കർത്താവിൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുന്നത് കർത്താവ് ചെയ്യുന്നതായൊരു കാര്യമാണ്. അപ്പോൾ ഇനി നമ്മുടെ ഉത്തരവാദിത്തത്തിലേക്ക് വരാം. കർത്താവ് ചെയ്യുന്ന ഈ കാര്യത്തിൽ കർത്താവിൻ്റെ കൂട്ടുവേലക്കാരായി നമുക്കും നല്ലൊരു പങ്ക് നിർവഹിക്കാനുള്ളതായ അവസരമുണ്ട്. മാതാപിതാക്കൾക്കുള്ള ഉത്തരവാദിത്വം ഞാൻ ആദ്യത്തെ ആശയത്തിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇനി അത് ആവർത്തിക്കേണ്ട എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അവരുടെ താൽക്കാലികമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക.
അവരെ നന്നായിട്ടൊക്കെ പഠിക്കണം, അവർക്ക് നല്ല ജോലി കിട്ടണം, അവരുടെ ജീവിതം നന്നായിട്ടൊക്കെ നയിക്കാൻ സാധിക്കണം. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയണില്ല. അപ്പം അത് നമ്മുടെ വലിയ ലക്ഷ്യമായിട്ട് മാറാൻ പാടില്ല. അതൊരു താൽക്കാലിക ലക്ഷ്യമായിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ളൊരു കുഴപ്പം, ഈ വലിയ ലക്ഷ്യത്തെ ബലി കഴിച്ചും താൽക്കാലിക ലക്ഷ്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുകയാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സുവിശേഷനുമായിട്ട് സംസാരിച്ച സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ചിലപ്പോൾ ചില ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിനേക്കാൾ പുതിയ ചില അനുഭവങ്ങളൊക്കെ അടുത്താണല്ലോ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എന്നാൽ അത്രയും ഗൗരവമായിട്ട് അത് തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് അത് എന്നെ ഓർപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ആ സുവിശേഷൻ തൻ്റെ മകളെ ചൈനയിൽ MBBS പഠിപ്പിക്കാനായിട്ട് വിടുക. അപ്പോൾ ഞാൻ കണ്ടു, എനിക്ക് വല്ല പരിചയമുള്ള ആളാണ്, അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടു കേട്ടോ. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ മോൾ പഠിക്കാൻ പോവുകയാണ്, അതിന് പഠിക്കാനുണ്ടായ വഴിയൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പം എൻ്റെ പരമാർത്ഥം ഞാൻ ചോദിച്ചു, ബ്രദറെ അപ്പോൾ അവിടെ യോഗത്തിനൊക്കെ പോകാനുള്ള സൗകര്യമുണ്ട്? ആ ചോദ്യം പോലും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ ചൈനയിൽ MBBS പഠിക്കാൻ പോകണം, യോഗത്തിന് പോകാൻ സൗകര്യമുണ്ടോ എന്ന് നോക്കിയാണ്. ഒരു സുവിശേഷനാണ് പറഞ്ഞു കേട്ടോ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഒരു കൊച്ചിനെ ഡോക്ടറാക്കുന്നതാണോ പ്രധാനം? ആ കൊച്ച് യോഗത്തിന് പോയി കർത്താവിനെ ആരാധിക്കുകയും ആത്മീകമായി കൃപയിൽ നിൽക്കുകയും ചെയ്യുന്നതാണോ പ്രധാനം? പ്രിയപ്പെട്ടവരെ, ഏത് പ്രധാനമെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിനുള്ള അന്ധകാരം ആരെയും ബാധിക്കാം, ഉപദേശിമാരെയും ബാധിക്കാം. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സത്യം ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. മാതാപിതാക്കളുടെ കയ്യിൽ ദൈവം മക്കളെ കൊടുക്കുന്നത് അവരെ ലോകപ്രകാരം വലിയവരാക്കാൻ വേണ്ടിയല്ല, അവർ തന്നെ ആവുകയായിക്കോട്ടെ. പക്ഷേ അവരെ കർത്താവിൻ്റെ മഹിമാസന്നിധിയിൽ നിർത്തേണ്ടതുപോലെ നിർത്താനുള്ള കർത്താവിൻ്റെ പരിപാടിയിൽ കൂട്ടുവേലക്കാരായി നമുക്ക് കുറേ വർഷങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാനുള്ളതായ അവസരം തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് എത്രയോ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഞാൻ നേരത്തെ വിശദീകരിച്ചാകൊണ്ട് ഇനി എൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും നമുക്കെല്ലാം പരിചയമുള്ളൊരു റെഫറൻസ് എഴുതിയിട്ടോ. എഫേസ്യർ 6-ാം അധ്യായത്തിന് 4-ാം വാക്യം വായിക്കേണ്ട ആവശ്യമില്ല. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തണം. അവർ ദൈവത്തിനു വേണ്ടി വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ഈ വലിയ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നില്ലെന്നുള്ളത് ഉറപ്പാക്കണം. 6-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം നമ്മൾ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. അത് ന്യായമല്ലോ എന്നുള്ളതിന് ഞാനൊരു ഇംഗ്ലീഷ് വേർഷനിൽ നിന്നൊരു വാചകം പറയാറുണ്ട്. നിങ്ങൾ കേട്ട് പതിഞ്ഞ വാചകമായിരിക്കും, എങ്കിലും ആ വാചകം ഞാൻ അതിന് വേറൊരു കാര്യം പറയാനില്ലാത്തതുകൊണ്ട് ഓർപ്പിക്കുകയാണ്. അത് ന്യായമാണെന്ന് ആ വേർഷനിൽ പറയുന്നത്. ഗോഡ് ഹാസ് പുട്ട് ദം അതോറിറ്റി ഓവർ യു. അപ്പോൾ അവിടെ മക്കളോട് പറയാം, മക്കളെ, മാതാപിതാക്കളെ സകലത്തിലും അനുസരിച്ചോളണം. കാരണം നിങ്ങളുടെ മേൽ ദൈവമാണ് നിങ്ങളുടെ മാതാപിതാക്കളെ അധികാരികളാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ മാതാപിതാക്കളുടെ അനുസരണക്കേട് ആരോടുമുള്ള അനുസരണക്കേടാണ്? ദൈവത്തോടുള്ളതായ അനുസരണക്കേടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമായിട്ട് ഈ സത്യം നമ്മൾ ഉൾക്കൊള്ളാനുള്ളതായ ആവശ്യകതയുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഈ ആംഗിളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിനു വേണ്ടി അവൻ്റെ മഹിമാസന്നിധിയിൽ നിർത്താനുള്ള ദൈവിക പദ്ധതിയിൽ നമ്മുടെ പങ്കുകൾ ഏറ്റവും നന്നായി വിശ്വസ്തമായി നിർവഹിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നല്ല ഉപ്പായിട്ട് നമ്മൾ വർത്തിച്ചാൽ അവർ സൂക്ഷിക്കപ്പെടും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ, മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിൽക്കുവാൻ, നിർത്തപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ആ വലിയ ഉൾക്കാഴ്ച നമുക്ക് സൂക്ഷിക്കാം. ഇനി ഞാൻ അതിൻ്റെ വേറൊരു സ്റ്റെപ്പ് കൂടി ഓർപ്പിക്കുകയാണ്. നമ്മളെ സൂക്ഷിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് മാത്രമല്ലല്ലോ, വേറെ ഉത്തരവാദിത്തമുള്ള ആളുകളുണ്ടല്ലോ. ആർക്കെങ്കിലും ഒന്ന് പറയാമോ?
സഭാ മൂപ്പന്മാർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. നമ്മളിപ്പോൾ വാക്യം വായിക്കേണ്ട ആവശ്യമില്ല. പ്രവൃത്തി 20:28 നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും, അടുത്ത വാക്കെന്താ, സൂക്ഷിച്ചു കൊള്ളുവേൻ. അപ്പോൾ മാതാപിതാക്കൾക്ക് സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. സഭാ നേതൃത്വത്തിന് സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതായ സത്യം ദൈവാത്മാവ് അവിടെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ അവരെ സൂക്ഷിക്കുമ്പോൾ തൽക്കാലം വല്ല അപകടമൊക്കെ പറ്റാതെ സൂക്ഷിച്ചാൽ പോരാ, പിന്നെയോ അവരെക്കുറിച്ചുള്ള ആത്യന്തികമായ ദൈവിക പദ്ധതി നിവർത്തിക്കുമാറ് സൂക്ഷിക്കണം. കർത്താവ് രക്തം വില കൊടുത്ത് വാങ്ങിയിട്ട് ആടുകളെ സൂക്ഷിക്കാനുള്ളതായ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക എന്നുള്ളത് അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ വാക്യത്തിൽ ആദ്യം പൗലോസ് പറയുന്നു, നീ നിങ്ങളെ തന്നെ സൂക്ഷിച്ചോളണം. തങ്ങളെ തന്നെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തങ്ങൾ തന്നെ സൂക്ഷ്മതയില്ലാത്ത അപകടത്തിൽ പോയി പെടുന്ന ആളുകൾക്ക് വേറെ ആളുകളെ എങ്ങനെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും? അതിലേക്ക് ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നാം സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എത്രയോ പ്രധാനപ്പെട്ടതാണ്. ഇത് വെളിപ്പെടുത്തുന്നതായ ഒത്തിരി വാക്യങ്ങളുണ്ട്. അതിൽ എൻ്റെ മനസ്സിൽ ആദ്യം വന്നൊരു വേദഭാഗം ഞാൻ നിങ്ങളോട് പറയാം എന്ന് കരുതുകയാണ്. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിൻ്റെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന നമുക്ക് വളരെ പരിചയമുള്ള പ്രാർത്ഥനയാണ്. എങ്കിലും നമുക്ക് ആ പ്രാർത്ഥനയൊന്ന് വായിക്കാം. ഇതിലെ ചില വാക്യങ്ങളൊക്കെ നമ്മൾ മനപ്പാടവും പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 1-ാം അധ്യായത്തിന് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ അവിടെ എന്നുവരെ സൂക്ഷിക്കുന്നു എന്നുള്ളതായ ചോദ്യത്തിന് പറയാകുന്ന വളരെ മനോഹരമായൊരു ഉത്തരം ആ പ്രാർത്ഥനയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടൊന്ന് വായിച്ചത് 9 മുതൽ 11 വരെ. പ്രാർത്ഥിക്കുന്ന 4 പ്രാർത്ഥനാ വിഷയങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ടല്ലെങ്കിലും ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ആ വാക്യത്തിൽ എന്നുവരെ സൂക്ഷിക്കുന്ന കാര്യമാണ് അവിടെ എടുത്ത് പറയുന്നത്. ക്രിസ്തുവിൻ്റെ നാളിലേക്ക്. അപ്പോൾ ഫിലിപ്പിയിലെ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആകേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയിൽ ഒരു പൊതുസത്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊന്നും അല്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയുടെ വിഷയങ്ങളൊക്കെ പറയുന്നതെല്ലാം താൽക്കാലികമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. അതും പ്രാർത്ഥിക്കാം കേട്ടോ. കാരണം അന്നത്തെ ആഹാരത്തിന് പ്രാർത്ഥിക്കാമെങ്കിൽ എല്ലാം പ്രാർത്ഥിക്കാം. പക്ഷെ ഇവിടെ പൗലോസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ ക്രിസ്തുവിൻ്റെ നാളിൽ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി നിൽക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് മാറ്റാൻ സഹായമായ നല്ലതാണ്. കാരണം നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തൽക്കാലം രോഗമോ സാമ്പത്തിക പ്രതിസന്ധികളോ മറ്റ് പ്രയാസങ്ങളോ ഒക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ആ വ്യക്തി ക്രിസ്തുവിൻ്റെ നാളിൽ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിട്ട് നിൽക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഈ സഭാജീവിതവും സഭാ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് താൽക്കാലികമുള്ള ചില കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ളതല്ല. പിന്നെയോ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ നിത്യതയിലേക്കായിട്ട് ഒരുക്കാനുള്ള എന്തു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്
ദൈവം സഭയിൽ ഏൽപ്പിക്കുന്നത്. സഭ എത്ര മഹത്വപൂർണ്ണമാണ് പ്രിയപ്പെട്ടവരെ! ലോകത്തിൽ ഒരു സ്ഥാപനത്തോടും സാമ്യപ്പെടുത്താൻ കഴിയാത്ത നിലയുള്ള മഹത്വം കർത്താവിൻ്റെ സഭയ്ക്കുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. പക്ഷേ ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആയിരിക്കണമെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഈ നാളിലും എങ്ങനെ ഇരിക്കണം? ഇങ്ങനെ ഇരിക്കണ്ടേ? ഈ നാളുകളിൽ അശുദ്ധമായി ജീവിക്കുകയും ആവുന്നിടത്തോളം ഇടർച്ചയുണ്ടാക്കി ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ക്രിസ്തുവിൻ്റെ നാളിൽ എങ്ങനെ അങ്ങനെ ഇരിക്കുക? അത് നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ പൗലോസ് ക്രിസ്തുവിൻ്റെ നാളിനെ ലക്ഷ്യമാക്കുമ്പോഴും ഈ നാളുകളിൽ ഫിലിപ്പിയിലുള്ള ദൈവത്തിൻ്റെ ജനം ആയിരിക്കേണ്ടതുപോലെ ആയിരിക്കണമെന്നുള്ള വലിയ ആഗ്രഹം തനിക്കുണ്ട്. കാരണം അവിടെ സുവിശേഷത്തിൻ്റെ വിത്തുകൾ ആദ്യം ഇടുന്നത് പൗലോസ് കൂടെയുള്ളവരും ആണല്ലോ. ആ ഓർമ്മകളൊക്കെ തൻ്റെ മനസ്സിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ലുദിയയും കാരകപ്രമാണിയും ഒക്കെ പൗലോസ് ഈ വാക്കുകൾ എഴുതുമ്പോൾ പൗലോസിൻ്റെ മുമ്പിൽ കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അവരൊക്കെ ക്രിസ്തുവിൻ്റെ നാളിൽ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിട്ട് നിൽക്കണമെന്നുള്ളതായ വലിയ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഭൂമിയുടെ ഉപ്പെന്ന് പറഞ്ഞാൽ ആത്മാക്കളെ സൂക്ഷിച്ച് നിത്യതയിൽ എത്തിക്കുന്നത് വരെയുള്ളതായ വലിയ ഉത്തരവാദിത്വത്തിൽ തങ്ങളുടെ തലമുറയിലുള്ള ചുമതലയാണ് നിർവഹിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. എന്ത് സൂക്ഷ്മതയോടെ അത് നിർവഹിക്കാനുള്ളതായ ആവശ്യകതയുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതും ഇവിടെ ബാധകമാണെങ്കിലും അതിൻ്റെ ആത്യന്തികമായ മഹത്വം കർത്താവിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുന്നതാണ്. നമ്മൾ വിശ്വാസാൽ നീതീകരിക്കപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ മേൽ കണക്കിട്ടു. നമ്മളെപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെ നീതീകരിച്ചവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്ത് ജീവിക്കണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതെൻ്റെ ആശയമല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ ദൈവത്തിൻ്റെ ദാസന് ഓർപ്പിക്കുന്ന മാനദണ്ഡം അതാണ്. നമ്മുടെ കർത്താവ് നീതിമാനായിരിക്കുന്നത് പോലെ നമുക്ക് നീതി ചെയ്ത് ജീവിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ നീതിഫലം നിറഞ്ഞവരായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ, നമ്മെ നീതീകരിച്ചവൻ്റെ സന്നിധിയിൽ നിൽക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയം കൂടി പറഞ്ഞ് നിർത്താം എന്ന് കരുതുകയാണ്. നാലാമത്തേത് പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് കരുതുന്നു. അവരുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ച് വരണം. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം സ്നേഹം വർദ്ധിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാവുന്നൊരു നല്ല വിഷയമാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിൽ സ്നേഹം വർദ്ധിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ സ്നേഹിക്കാൻ കൽപ്പനയുണ്ടല്ലോ. അപ്പോൾ അത് തുടങ്ങിയതിൽ മാത്രം ഇരിക്കാതെ അത് വർദ്ധിച്ചു വരേണ്ടതിന് വേണ്ടി തങ്ങൾക്ക് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭർത്തൃപ്രിയമാരായിരിക്കുക എന്നുള്ളത് ഭാര്യമാരുടെ ഉത്തരവാദിത്തമാണ്. അവർക്കും ആ കാര്യം പ്രാർത്ഥിക്കാം. അപ്പോൾ കല്യാണമൊക്കെ കഴിച്ച നാളുകളേക്കാൾ കൂടുതൽ ആ സ്നേഹം എത്രത്തോളം വർദ്ധിക്കാനും വളരാനും ഇടയായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളതായ കാര്യം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. വളരെ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല എന്ന് തോന്നുമെങ്കിൽ അല്ല, ചിലരെയൊക്കെ സ്നേഹം കുറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് വരികിൽ വളരെയധികം വിനയപ്പെട്ട് പ്രാർത്ഥിക്കാനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ട്. ഒരു ദേവദാസന് ഒരിക്കലും ഒരു പ്രസംഗത്തിൽ ഈ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെയൊരു ഉദാഹരണം പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. ഈ കരിമ്പ് നമുക്ക് ഒത്തിരി പരിചയം കാണില്ല. അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തായിരിക്കും അതിൻ്റെ മധുരം ഏറ്റവും കൂടുതൽ. മുകളിലേക്ക് വരുംതോറും അത് കുറഞ്ഞ് വരും. അപ്പോൾ ആ ദേവദാസനെന്ന് പറഞ്ഞത്,
ഈ കല്യാണം കഴിക്കുന്ന കാലത്ത് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരിക്കും. മുകളിലേക്ക് വരുന്തോറും ഇതിൽ കുറഞ്ഞു കുറഞ്ഞു വരുമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് കേട്ടത്. പക്ഷേ അതൊരു ശരിയായ വഴിയല്ല. ഇത് മുകളിലേക്ക് വരുന്തോറും അത് കൂടിക്കൂടിയാണ് വരേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനാ വാചകം എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം, നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വരുന്നു എന്ന് ഉറപ്പാക്കണം. ഇത് സഭയിലും അങ്ങനെയാണ് വേണ്ടത്. നമുക്കുണ്ടായിരുന്നതിനേക്കാൾ ആ സ്നേഹം മുമ്പോട്ട് നീങ്ങുന്തോറും കൂടിക്കൂടി വരുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. കൂടിക്കൂടിയല്ല വരുന്നതെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം. അത് ആ വാക്യം നമുക്കറിയാമല്ലോ, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാനസാന്തരപ്പെടാനുള്ള സന്ദേശം കർത്താവ് അവിടെ നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വളരെ സൂക്ഷ്മതയോടെ ഉൾക്കൊള്ളണം. ഒരു വാക്കും കൂടി ഒന്ന് അടിവരയിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇവിടെ ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ സ്നേഹം എങ്ങനെയെങ്കിലും വർദ്ധിച്ചാൽ പോരാ, പിന്നെ മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിക്കണം. ഈ പരിജ്ഞാനവും വിവേകവും ഇല്ലാത്ത സ്നേഹമുണ്ടോ? ധാരാളമുണ്ട്. വളരെ ബാലൻസ് തെറ്റിയ സ്നേഹമുണ്ട്. ചില ആൾ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കില്ല. അതിനേക്കാൾ കൂടുതൽ സ്നേഹം അതിനപ്പുറത്തെ ഉള്ള ആളുകൾക്ക് കൊടുക്കും. അത് കണ്ടാൽ തന്നെ നമ്മൾ മനസ്സിലാവും എന്തോ കുഴപ്പമുണ്ട്. കാരണം ഭാര്യയെ സ്നേഹിക്കാത്ത ഒരാൾക്ക് അതിനപ്പുറത്തുള്ള ആളുകളോട് സ്നേഹം ഉണ്ടായാൽ എന്തൊരു മോശമായൊരു കാര്യമായിട്ടാണ് അതിരിക്കുന്നത്. പരിജ്ഞാനവും വിവേകവും ഇല്ലാത്ത സ്നേഹം വരാനുള്ളതായ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുകയാണ്, നമ്മുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിക്കണം. ഞാൻ നിങ്ങൾക്കൊരു ഗൃഹപാഠം തരാം, അതൊന്ന് ചെയ്തുകൊണ്ട് വന്നാൽ നല്ലതാണ്. വേദപുസ്തകത്തിൽ ഈ പരിജ്ഞാനവും വിവേകവുമില്ലാത്ത സ്നേഹത്തിൻ്റെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ നിർത്തേണ്ടിയിരിക്കുന്നു. ഒരു സംഭവം ഞാൻ പറയാം. അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു 4-5 സംഭവം വേദപുസ്തകത്തിൽ നിന്നൊന്ന് നോട്ട് ചെയ്തുകൊണ്ട് വരണം. ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ ആദ്യം വന്നതായി അതുകൊണ്ട് പറയുകയാണ്. 2 ശമൂവേൽ 13-ാം അധ്യായത്തിൽ ഒരു സഹോദരന് അവൻ്റെ സഹോദരിയോട് സ്നേഹമുണ്ടായി. ആളെ അറിയാലോ നിങ്ങൾക്കില്ല, അമ്നോൻ. സഹോദരനും സഹോദരിയാണ്. എന്തോ ഒരു അവിവേകമുള്ള സ്നേഹം. എത്ര സങ്കടകരമായൊരു കഥ. അവൻ്റെ മരണത്തിൽ അത് കലാശിച്ചു. അതുകൊണ്ട് ഞാൻ വളരെ ഭയത്തോടെയാണ് ഈ വാക്ക് പറയുന്നത്. സ്നേഹം നല്ലതാണെങ്കിലും സ്നേഹം വഴിതെറ്റിപ്പോയാൽ വളരെ അപകടകാരിയാണ്. വീട്ടിനകത്ത് പോലും അത് സംഭവിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ വാക്യങ്ങൾ എത്ര പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും. വീട്ടിലിത് തെറ്റാമെങ്കിൽ സഭയിൽ തെറ്റാൻ എന്തൊരു എളുപ്പമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹം ഈ ഗണത്തിലൊന്നും അല്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. മുഖ്യ കൽപ്പന സ്നേഹത്തിൻ്റെ കൽപ്പനയാണല്ലോ. ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം. ആ വഴിയിലാണ് സ്നേഹമെങ്കിൽ അത് ഏറ്റവും സുരക്ഷിതമായിരിക്കും. എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് ദൈവം എൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ആ വഴിയിലാണ്. ആ വഴിയിൽ സ്നേഹം ഏറ്റവും സുരക്ഷിതമായിരിക്കും. ആ വഴി വിട്ടുള്ള സ്നേഹങ്ങളെല്ലാം പരിജ്ഞാനവും വിവേകവും ഇല്ലാത്ത സ്നേഹമായിരിക്കും. അത് വരാതെ നമുക്ക് ശരിയായി പോകാൻ നല്ല വഴി തുറന്നിട്ടുള്ള ആളുകളാണ്. നമുക്കത് പ്രയോജനപ്പെടുത്തി വരുന്ന ദിവസങ്ങളിൽ മുമ്പോട്ട് പോകാം. അതുകൊണ്ട് ഈ പ്രാർത്ഥനാ വാചകങ്ങളൊന്ന്, ഇതിൽ പല വാക്യങ്ങളും നമ്മൾ മനഃപ്പാഠം പഠിച്ചിട്ടുള്ളതാണ്, അതൊന്ന് ഓടി ധ്യാനിച്ചുകൊണ്ടൊക്കെ വരിക. മറ്റു ചില വഴിവിട്ട സ്നേഹങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ, അതൊരു കൊച്ചു കടലാസിൽ കുറിച്ചുകൊണ്ട് വരികയാണെങ്കിൽ, ഈ ക്ലാസ്സിൽ ചോദിക്കാനും പറയാനും വിഷമമാണല്ലോ. അപ്പോൾ ആ കടലാസ് നിങ്ങൾ തരികയാണെങ്കിൽ നമുക്ക് ഈ വിഷയത്തിൽ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമല്ലേ, അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് വഴിതെറ്റൽ കൂടാതെ മുമ്പോട്ട് പോകുന്നതിന് അത് സഹായകരമായിട്ട് തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ആത്യന്തികമായിട്ട്
അവർ കർത്താവിൻ്റെ സന്നിധിയിൽ ആദരിക്കപ്പെടാനുള്ള ആഗ്രഹത്തോടെ അത് ചെയ്യാം. അപ്പോൾ ഈ സ്നേഹം ശരിയായാൽ അതിൻ്റെ ഗുണം ഇവിടെയൊന്നുമല്ല. ഇവിടെ ഉണ്ട് അതിന് ഗുണം. അതിൻ്റെ ഗുണം എവിടെയാണ്? കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ. ഞാനൊരു വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. യാക്കോബ് 1:12. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ആ കിരീടത്തിൻ്റെ പേരെന്ന് പറഞ്ഞ് ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ നമ്മുടെ സ്നേഹം വഴിക്ക് വഴി വർദ്ധിച്ചു വരാനിടയായിട്ട് തീർന്നാൽ നാം ജീവകിരീടത്തിന് അർഹരായിട്ട് തീരും. അതിനുവേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ പൗലോസിൻ്റെ പ്രാർത്ഥന താൽക്കാലികമായ എന്തെങ്കിലും ആശ്വാസത്തിന് വേണ്ടിയല്ല, പിന്നെയോ ആത്യന്തികമായിട്ട് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഈ ദൈവമക്കൾ ആദരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, നാം ഉപ്പ് എന്ന നിലയിൽ നിത്യതയ്ക്ക് വേണ്ടി ആളുകളെ സൂക്ഷിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നവരായിട്ട് ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.